SPB സംസ്ഥാനതല സംഗീത മത്സരത്തിന് കൊല്ലത്ത് തുടക്കമായി. സോപാനം സരസ്വതി ഹാളിൽ ആരംഭിച്ച SPB സൂപ്പർ സിംഗർ സീസൺ 3 SP ബാലസുബ്രഹ്മണ്യം ഫൗണ്ടേഷൻ രക്ഷാധികാരിയും പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയുമായ ഭാവന രാധാകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പല ഭാഷയിലുള്ള പാട്ടുകളിലൂടെ ഇന്ത്യയിലെമ്പാടും നിറഞ്ഞുനിന്ന ഒരു അതിമാനുഷ്യനായിരുന്നു SP ബാലസുബ്രഹ്മണ്യം. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഭാവന രാധാകൃഷ്ണൻ പറഞ്ഞു. SPB എന്ന ആ ഒരു മഹാഗായകനെ എങ്ങനെ വിവരിക്കണമെന്ന് കലാസ്നേഹികൾക്ക് വാക്കുകൾക്ക് അതീതമായ ഒരു ആളാണ് അദ്ദേഹം. തമിഴ്നാട് അല്ലെങ്കിൽ മലയാള നാട് അല്ലെങ്കിൽ ഹിന്ദി പാട്ടുകൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു അതിമാനുഷനായ ഒരു ഗായകൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമുക്കറിയാലോ, ഒരു 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 ഗായകന്റെ പാട്ടെന്ന് പറഞ്ഞാൽ അതിൽ സംഗീതമുണ്ട്, സംഗീത സംവിധാനം ചെയ്ത ആളുടെ കൈയുണ്ട്, സാഹിത്യമുണ്ട്, മാത്രമല്ല ആ ഗായകന്റെ ആത്മാവ് കൂടിയുണ്ട്. അപ്പോൾ SPBയുടെ ആ പ്രത്യേക സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകൾക്കുണ്ട്. അദ്ദേഹം അതിമാനുഷനായിട്ട് ജീവിക്കുകയാണ് ഈ പാട്ടുകളിൽ കൂടെ. തുടർന്ന് നടന്ന മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 100ഓളം പ്രതിഭകൾ ആദ്യ ദിനം പങ്കെടുത്തു. മത്സരത്തിൽ ഒന്നാം സമ്മാനം 30,000 രൂപയും രണ്ടാം സമ്മാനം 20,000 രൂപയും മൂന്നാം സമ്മാനം 10,000 രൂപയുമാണ് വിജയികൾക്ക് ലഭിക്കുന്നത്. SP ബാലസുബ്രഹ്മണ്യം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലൂടെ കഴിവുള്ള പ്രതിഭകൾക്ക് മറ്റ് മേഖലകളിൽ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് സംഘാടകർ പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കുന്നവരെ പല മേഖലകളിൽ ഇപ്പോൾ നിലവിൽ പല ചാനലുകളിലും പാടുന്ന നമ്മളെ കുട്ടികളാണ്. നമ്മളോടൊപ്പം നമ്മുടെ സംഘടനയിൽ പ്രവർത്തിച്ചു വന്ന പല കുട്ടികളും പല ചാനൽ, പേരെടുത്ത് പറയുന്നില്ല, പല ചാനലിലും ഇപ്പോഴും ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതിൽ മത്സരിക്കാൻ വരാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. കാര്യം അവരുടെ ഡിമാൻഡുകൾ, എഗ്രിമെന്റുകളൊക്കെ ഉണ്ട്. വേറെ പോയി പാടാൻ പാടില്ല, മത്സരത്തിൽ പോകാൻ പാടില്ല. അങ്ങനെ പല ചാനലിലുള്ളതായിട്ട് ഇപ്പം മത്സരിക്കുന്നുണ്ട്. പിന്നെ പല ചിത്രങ്ങളിലും സിനിമയിൽ വരെ പാടാൻ ചാൻസ് കിട്ടി നമ്മൾ ഈ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. SPB എന്ന മനുഷ്യന്റെ ഒരു ബ്ലെസ്സിങ് ആണ് എന്ന് അവർ തന്നെ പറയാറുണ്ട്. ഏപ്രിൽ 11, 12 തീയതികളിലായാണ് മത്സരം നടക്കുന്നത്. മെയ് 24 കൊല്ലത്ത് വെച്ച് വിപുലമായ സംഗീത വിരുന്നോടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. പ്രശസ്ത നടൻ ജയറാം ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും.